കേരളത്തിലെ ഏറ്റവും വലിയ വട്ടപ്പന്തൽ ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ഒരുങ്ങി. വിഷുവിളക്ക് ഉത്സവത്തിനായാണ് 111 തേക്കിൻ തടികളിൽ വട്ടപ്പന്തൽ നിർമ്മിച്ചിരിക്കുന്നത്. ദിവസവും 2 നേരങ്ങളിലായി അന്നദാനം നൽകി വരുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം. ക്ഷേത്രത്തിലെ വിഷുവിളക്ക് ഉത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ്. വട്ടപ്പന്തലും ഒരുങ്ങിക്കഴിഞ്ഞു. ചെറുകുന്ന് അന്നപൂർണേശ്വരി അമ്മയുടെ നടയിലെത്തുന്നവരാരും വിശന്നു മടങ്ങാറില്ല. നിത്യേന 2 നേരങ്ങളിലായി അന്നദാനമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്ന്. ഇന്നും അത്താഴ ഭക്ഷണിക്കാരുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന സമ്പ്രദായം വരെ തുടർന്നു കൊണ്ടുപോകുന്ന ക്ഷേത്രം. കേരളത്തിലെ അന്നപൂർണേശ്വരി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ ക്ഷേത്രം തന്നെയാണ്. ഏപ്രിലിൽ നടക്കുന്ന വിഷുവിളക്ക് ഉത്സവം ഈ നാടിന്റെ ആകെയുള്ള ഉത്സവമാണ്. വർഷാവർഷം വിദേശത്തുള്ളവർ ഉൾപ്പെടെ ഉത്സവത്തിന് നാട്ടിലെത്താറാണ് പതിവ്. വിഷുവിളക്ക് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ് വട്ടപ്പന്തൽ. 111 തേക്കിൻ തടികൾ, 6000 മടൽ മെടഞ്ഞ ഓല, 1600 മുള തുടങ്ങിയവ ഉപയോഗിച്ചാണ് പന്തലിന്റെ നിർമ്മാണം. ഈ വട്ടപ്പന്തലിൽ കാണുന്ന ശരിക്കും പറഞ്ഞാൽ 111 തേക്കിൻ കാലുകൾ തൂണുകളാണ് ഉള്ളത്. അത്രയും തന്നെ തേക്കിൻ്റെ പടങ്ങുകൾ നമുക്കുണ്ട്. പക്ഷേ ഇപ്പം എനിക്കൊന്ന് 102 അത്രയോ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അതിലൂടെ കുറേ സ്ഥലം നമ്മൾ പന്തൽ മുമ്പേ റോഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ റോഡെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ 102 തേക്കിൻ കാലുകൾ അത്രേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ആ 102 തേക്കിൻ കാലുകൾ നമ്മൾ ജനുവരി 26 അന്ന് ഒരു പബ്ലിക് ഹോളിഡേ ആണ്. പക്ഷേ സപ്പോസ് സൺഡേ ആണെങ്കിലും പബ്ലിക് ഹോളിഡേ ആണെങ്കിലും ജനങ്ങൾ അതിനു വേണ്ടി കാത്തു വെക്കും. ഈ കംപ്ലീറ്റ് തൂണ് നമ്മൾ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അതിന് 2 ദിവസം മുമ്പേ നമ്മളിതിൻ്റെ കുഴിയെടുത്തിട്ട് തൂണുകൾ മുഴുവൻ പൊന്തിച്ചിട്ട് 1 മണിക്കൂറുള്ളിൽ ജനങ്ങളുടെ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായിട്ട് അത് ഒരു പ്രതിഫലവും വാങ്ങാതെ ജനങ്ങൾ ഇതിനായി തയ്യാറായിട്ട് ഒരു ഉത്സവ പ്രതീതി അന്ന് തന്നെ നമുക്ക് ചെറുകുന്നിലുണ്ടാവും. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ഏപ്രിൽ 13-ന് തുടക്കമാകും. ഉത്സവത്തിന്റെ ഭാഗമായി ആനപ്പുറത്തെഴുന്നള്ളിപ്പും, പഞ്ചവാദ്യം, പാണ്ടിമേളം, ആചാര വെടിക്കെട്ട്, വിവിധ ദേശവാസികളുടെ കാഴ്ചവരവ് തുടങ്ങിയവയും നടക്കും. ഏകദേശം 1 മാസത്തോളമുള്ള പ്രയത്നത്തിനൊടുവിലാണ് വിഷുവിളക്ക് ഉത്സവത്തിനായുള്ള വട്ടപ്പന്തൽ ഒരുക്കിയിരിക്കുന്നത്. ഏറെ അതിശയിപ്പിക്കുന്നത് കൂടിയാണ് ഈ വട്ടപ്പന്തൽ നിർമ്മാണം എന്ന് പറയുന്നത്. ഇനി വിഷുവിളക്ക് ഉത്സവത്തിലേക്കായുള്ള കാത്തിരിപ്പിലാണ്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.